സ്റ്റഡി മാത്സിൻ്റെ എഞ്ചിനീയറിംഗ് ക്ലാസ്സിലേക്കുള്ള എഞ്ചിനീയറിംഗ് മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓർത്തോഗണൽ മെട്രിക്സിനെ കുറിച്ചായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂണിറ്ററി മെട്രിക്സ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. ഇതൊരു പുതിയ വീഡിയോ ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്താണ് യൂണിറ്ററി മെട്രിക്സ്? യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ തീറ്റ ഈസ് ഈക്വൽ ടു ഐ ആയിരിക്കണം. എ ഇൻറ്റു എ തീറ്റ ഈസ് ഈക്വൽ ടു ഐ ആയിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഓർത്തോഗണൽ മെട്രിക്സ് എന്താണ്? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു 1 ഐ ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ പറയുന്നു എ ഇൻറ്റു എ തീറ്റ ഈസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ ആ മെട്രിക്സ് എന്തായിരിക്കും? യൂണിറ്ററി മെട്രിക്സ് എന്തായിരിക്കും? എന്താണ് എ തീറ്റ? എ തീറ്റ എന്ന് പറയുന്നതിന് മുമ്പ് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നാൽ, എ പ്ലസ് ഐ ബി എന്നൊരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്താണ്? കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ മൈനസ് ഐ ബി ആയിരിക്കും. അതുപോലെ എ മൈനസ് ഐ ബിയുടെ കോഞ്ചുഗേറ്റ് എന്താണ്? എ പ്ലസ് ഐ ബി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഐയുടെ സൈൻ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പ്ലസ് എന്നുള്ള സൈൻ മൈനസ് ആകുക, മൈനസ് എന്നുള്ള സൈൻ പ്ലസ് ആകും. ഇതാണ് കോഞ്ചുഗേറ്റ്. ഇനി എന്താ, നമുക്ക് എ തീറ്റ നോക്കാം. അപ്പോൾ നമ്മളൊരു മെട്രിക്സ് ഇവിടെ എഴുതുകയാണ്. എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 2 3 പ്ലസ് ഐ മൈനസ് ഐ 5. നമ്മളിതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ട്രാൻസ്പോസ് കാണുന്നു. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്താണ്? റോ കോളമാവുക, കോളം റോ ആവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 3 പ്ലസ് ഐ മൈനസ് ഐ 5. ഇതാണ് ട്രാൻസ്പോസ്. ഇനി ഈ ട്രാൻസ്പോസിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് കിട്ടും? കോഞ്ചുഗേറ്റ് എന്താണ്? ഐ എന്ന ഐയുടെ സൈൻ മാറ്റും. ഇവിടെ 2 ആണ്, ഇത് മൈനസ് ഐ ആണ്. മൈനസ് ഐയുടെ സൈൻ മാറ്റുമ്പോൾ പ്ലസ് ഐ കിട്ടും. ഇവിടെ 3 പ്ലസ് ഐ ആണ്, അപ്പോൾ എന്ത് കിട്ടും? 3 മൈനസ് ഐ ആണ്. ഇവിടെ എന്ത് കിട്ടും? 5 കിട്ടും. അപ്പോൾ ട്രാൻസ്പോസിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എ തീറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാം, പിന്നെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എന്നാലും നമുക്ക് കിട്ടുന്നത് എ തീറ്റയാണ്. എ തീറ്റ എന്താണെന്ന് മനസ്സിലായല്ലോ? എ തീറ്റ അതാണ്. അപ്പോൾ എ തീറ്റ കണ്ടുപിടിക്കാം, ആദ്യം ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം, പിന്നെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ആദ്യം കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാം, പിന്നെ ട്രാൻസ്പോസ്. ഏതായാലും ഒന്ന് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു പ്രോപ്പർട്ടി പറഞ്ഞായിരുന്നു. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഐ ആണെങ്കിൽ എന്തായിരിക്കും എ ഇൻവേഴ്സ്? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എ ട്രാൻസ്പോസ് തുല്യമായിരിക്കും. സിമിലർലി എ ഇൻറ്റു എ തീറ്റ ഈസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ അതിൻ്റെ എ ഇൻവേഴ്സ് എന്തായിരിക്കും? എ തീറ്റ ആയിരിക്കും. എ ഇൻവേഴ്സ് എ തീറ്റ ആയിരിക്കും. മനസ്സിലായല്ലോ? ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസും, യൂണിറ്ററി മെട്രിക്സ് ആണെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ തീറ്റ ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി. മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് ഓരോന്നായിട്ട് ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് 1/√3 ഇൻറ്റു 1 പ്ലസ് ഐ 1 മൈനസ് ഐ മൈനസ് 1 ഈസ് യൂണിറ്ററി മെട്രിക്സ്. അപ്പോൾ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, എ ഇൻറ്റു എ തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? ഐ ആയിരിക്കണം. അപ്പോൾ എ ഇതാണ്. നമുക്ക് എന്ത് ചെയ്യണം? അതിന് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാതെയും. എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 1/√3 ഇൻറ്റു 1 പ്ലസ് ഐ, താഴോട്ട് എഴുതണം. 1 പ്ലസ് ഐ 1 മൈനസ് ഐ മൈനസ് 1. ഇനി എന്താണ്? ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടും? എ തീറ്റ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√3 ഇൻറ്റു 1 മൈനസ് ഐയുടെ കോഞ്ചുഗേറ്റ് എന്താണ്? 1 പ്ലസ് ഐ. 1 പ്ലസ് ഐയുടെ കോഞ്ചുഗേറ്റ് എന്താണ്? 1 മൈനസ് ഐ മൈനസ് 1. ഐ മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എ ഇൻറ്റു എ തീറ്റ കണ്ടുപിടിക്കാം.
1/√3 into 1/√3, 1/3 into what is a 1 plus I, 1 minus I, minus 1 into എന്താണ് എ തീറ്റ? അപ്പോൾ റൂട്ട് നമ്മൾ ആൾറെഡി എടുത്തു കഴിഞ്ഞു. 1 പ്ലസ് ഐ, 1 മൈനസ് ഐ, മൈനസ് 1. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എഴുതാം 1/3 ഇൻറ്റു 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ. എന്താണ് 1 പ്ലസ് ഐ? 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ എന്ന് പറയുമ്പോൾ എന്ത് ഫോമാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ്. അപ്പോൾ എന്താണ് 1 എ എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് ഐ സ്ക്വയർ. ഐ സ്ക്വയറിൻ്റെ വാല്യൂ നമുക്കറിയാം -1 ആണ്. അപ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് -1 ഈസ് ഈക്വൽ ടു 2. 1 പ്ലസ് 2. ക്ലിയർ? ദെൻ 1 ഇൻറ്റു 1 പ്ലസ് ഐ -1 ഇൻറ്റു 1 -1 -1 ഇൻറ്റു ഐ മൈനസ് ഐ. Again 1 minus I into 1 minus I plus -1 into 1 minus 1 minus 1 into 1 minus 1 minus into minus plus I. Again 1 minus I into 1 plus I. നമ്മളിവിടെ തെളിയിച്ചാണ് 1 minus I into 1 plus I എന്താണ്? 2 plus -1 into -1 plus 1. അപ്പോൾ എന്ത് കിട്ടി? -I plus I -1 plus 1 cancelled, plus I minus I -1 plus 1 cancelled. 1/3 into 1 plus 2 3 0 0 3. ഇനി എന്താണ്? 1/3 കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് 1 0 0 1. അപ്പോൾ നമുക്ക് പറയാം എ ഈസ് എ യൂണിറ്ററി മെട്രിക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. So that A is equal to A plus IC minus B plus ID, B plus ID, A minus IC is unitary if and only if A square plus B square plus C square plus D square is equal to 1. A square plus B square plus C square plus D square 1 ആണെങ്കിൽ മാത്രമേ ഈ മെട്രിക്സ് യൂണിറ്ററി മെട്രിക്സ് ആവൂ എന്ന് നമുക്ക് തെളിയിക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അത് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് എന്താണ്? എ പ്ലസ് ഐ സി മൈനസ് ബി പ്ലസ് ഐ ഡി, ബി പ്ലസ് ഐ ഡി, എ മൈനസ് ഐ സി. ഇനി എന്താണ്? എ തീറ്റ കണ്ടുപിടിക്കാം. എ തീറ്റ കണ്ടുപിടിക്കാൻ എന്താണ്? കോഞ്ചുഗേറ്റ് കണ്ടുപിടിച്ചാൽ മതി. എ പ്ലസ് ഐ സിയുടെ കോഞ്ചുഗേറ്റ് എന്താണ്? എ മൈനസ് ഐ സി. ബി പ്ലസ് ഐയുടെ കോഞ്ചുഗേറ്റ് ബി മൈനസ് ഐ ഡി, മൈനസ് ബി പ്ലസ് ഐ ഡിയുടെ മൈനസ് ബി മൈനസ് ഐ ഡി. എ മൈനസ് ഐ സി എന്താണ്? എ പ്ലസ് ഐ സി. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടാണ് നമ്മൾ എ തീറ്റ കണ്ടുപിടിച്ചു. ഇനി എന്താണ്? എ ഇൻറ്റു എ തീറ്റ. അപ്പോൾ എ അത് എഴുതാം. എ പ്ലസ് ഐ സി മൈനസ് ബി പ്ലസ് ഐ ഡി, ബി പ്ലസ് ഐ ഡി, എ മൈനസ് ഐ സി ഇൻറ്റു എ മൈനസ് ഐ സി, ബി മൈനസ് ഐ ഡി,
മൈനസ് ബി മൈനസ് ഐ ഡി എ പ്ലസ് ഐ സി. മൾട്ടിപ്ലൈ ചെയ്യാം ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ സി ഇൻറ്റു എ പ്ലസ് ഐ സി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ഐ സി ഇൻറ്റു എ മൈനസ് ഐ സി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ഐ സ്ക്വയർ സി സ്ക്വയർ. ഐ സ്ക്വയർ എന്താണ്? മൈനസ് വൺ, മൈനസ് വൺ മൈനസ് വണ്ണും പ്ലസ് മൈനസും പ്ലസ് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇനി മൈനസ് ബി പ്ലസ് ഐ ഡി മൈനസ് ബി മൈനസ് ഐ ഡി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ നമുക്കിവിടെ എന്തിട്ട് ഇതേ റിസൾട്ടിൽ ബി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ. Then next a into b, that is equal to ab, a into minus id, that is equal to minus I into ad, I into ic into b plus I into cb, plus into minus minus I into I is equal to I square, that is equal to plus C into D, CD, plus A minus B into A minus AB, minus B into A is equal to minus AB, minus b into plus ic, that is equal to minus ibc, plus id into a plus iad, minus into minus I into I square minus dc. നമുക്കിവിടെ നോക്കാം. എ പ്ലസ് എ ബി മൈനസ് എ ബി ക്യാൻസൽഡ്, ഐ എ ഡി പ്ലസ് ഐ എ ഡി ക്യാൻസൽഡ്, ഐ സി ബി ഐ ബി സി ക്യാൻസൽഡ്, സി ഡി ആൻഡ് സി ഡി ക്യാൻസൽഡ്. അപ്പോൾ ദിസ് ഈസ് 0. അപ്പോൾ നമ്മൾ യൂണിറ്ററി മെട്രിക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെന്തായിരിക്കണം? 1 ആയിരിക്കണം. therefore എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെട്രിക്സ് യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയാൻ പറ്റും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് 1 പ്ലസ് ഐ ബൈ 2 മൈനസ് 1 പ്ലസ് ഐ ബൈ 2 1 പ്ലസ് ഐ ബൈ 2 1 മൈനസ് ഐ ബൈ 2 ഈസ് 4. നമുക്ക് ആദ്യം എ എന്നൊരു മെട്രിക്സ് എഴുതാം. എ ഈസ് ഈക്വൽ ടു എല്ലാത്തിലും 1/2 ഉണ്ടല്ലോ, അപ്പോൾ നമുക്കത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് 1 പ്ലസ് ഐ 1 പ്ലസ് ഐ 1 മൈനസ് ഐ. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട? എ ട്രാൻസ്പോസ് ആണ്. എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 1 പ്ലസ് ഐ മൈനസ് 1 പ്ലസ് ഐ. ദിസ് ഈസ് പ്ലസ് ഉള്ളി മൈനസ് 1 പ്ലസ് ഐ. ദെൻ 1 പ്ലസ് ഐ 1 മൈനസ് ഐ. ഇനി എന്താണ്? എ തീറ്റ കണ്ടുപിടിക്കാം. എ തീറ്റ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 പ്ലസ് ഐയുടെ കോഞ്ചുഗേറ്റ് എന്താണ്? 1 മൈനസ് ഐ. 1 പ്ലസ് ഐയുടെ കോഞ്ചുഗേറ്റ് 1 മൈനസ് ഐ മൈനസ് 1 മൈനസ് ഐ 1 പ്ലസ് ഐ. ഇനി നമുക്ക് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ്? എ എന്ന് പറയുന്നത് ഈ മെട്രിക്സാണ്, എ തീറ്റ എന്ന് പറയുന്നത് ഈ മെട്രിക്സാണ്. അപ്പോൾ 1/2 ഇൻറ്റു 1/2 എന്താണ്? 1/4 1 പ്ലസ് ഐ
മൈനസ് 1 പ്ലസ് ഐ 1 പ്ലസ് ഐ 1 മൈനസ് ഐ ഇൻറ്റു ഇതെന്താണ് 1 മൈനസ് ഐ 1 മൈനസ് ഐ മൈനസ് 1 മൈനസ് ഐ മൈനസ് 1 മൈനസ് ഐ 1 പ്ലസ് ഐ. അപ്പോൾ നമ്മൾ എ ഇൻറ്റു എ തീറ്റ എഴുതി. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 1/4 ഇൻറ്റു 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. അപ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. പ്ലസ് മൈനസ് 1 പ്ലസ് ഐ മൈനസ് 1 മൈനസ് ഐ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എഗെയിൻ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. Then 1 plus I into 1 minus I 1 plus I into 1 minus I that is equal to a plus b into a minus b എത്ര കിട്ടി? 2 പ്ലസ് ഇവിടെ എന്താണ്? മൈനസ് 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൈനസ് 1 ഇൻറ്റു 1 എത്രയാണ്? മൈനസ് 1 മൈനസ് 1 ഇൻറ്റു ഐ മൈനസ് ഐ പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ ഇൻറ്റു പ്ലസ് ഐ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ്. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് കിട്ടും? മൈനസ് 1 മൈനസ് 1 മൈനസ് 2. എഗെയിൻ 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബൈ 2 പ്ലസ് നമ്മളിപ്പം ചെയ്തല്ലോ 1 മൈനസ് ഐ ഇൻറ്റു മൈനസ് 1 മൈനസ് ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2. Similarly, 1 plus I into 1 minus I 2. Again conjugate here plus 2. അപ്പോൾ എന്ത് കിട്ടി? 1/4 ഇൻറ്റു 2 പ്ലസ് 2 4 0 0 4. 1/4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 0 0 1. അപ്പോൾ നമുക്ക് പറയാം എ ഈസ് എ യൂണിറ്ററി മെട്രിക്സ്. അടുത്ത ചോദ്യം. Even A is equal to matrix 0 1 plus 2i 1 plus 2i 0 so that അപ്പോൾ നമുക്ക് ഇവിടെ ഷോ ദാറ്റ് പറഞ്ഞിരിക്കുന്നത് I മൈനസ് എ ഇൻറ്റു I മൈനസ് എ ഇൻവേഴ്സ് ഈസ് യൂണിറ്ററി മെട്രിക്സ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിനെ നമ്മൾ യൂണിറ്ററി ആയിട്ട് പറയണ്ട. തന്നിരിക്കുന്ന മെട്രിക്സ്, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഒരു കണ്ടീഷൻ I മൈനസ് എ ഇൻറ്റു I പ്ലസ് എ മൈനസ് എന്ന് പറയുന്ന മെട്രിക്സാണ് യൂണിറ്ററി മെട്രിക്സ് എന്ന് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ 2 ജോലിയുണ്ട്, 2-3 ജോലിയുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? I മൈനസ് എ I മൈനസ് എ. എന്താണ് I? 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ് I? 1 0 0 1 മൈനസ് 0 1 പ്ലസ് 2i 1 പ്ലസ് 2i തന്നെയാണ്. മൈനസ് 1 ആണ്. മൈനസ് 1 പ്ലസ് 2i. ക്വസ്റ്റ്യൻ പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. മൈനസ് 1 പ്ലസ് 2i. ഓക്കെ, അപ്പോൾ 0 1 2 പ്ലസ് 2 1 പ്ലസ് 2i മൈനസ് 1 പ്ലസ് 2i 0. അപ്പം നമുക്ക് എന്ത് കിട്ടും? മെട്രിക്സ് കിട്ടും, പുതിയൊരു മെട്രിക്സ് കിട്ടും. 1 മൈനസ് 0 1 0 മൈനസ് 1 പ്ലസ് 2i എന്ന് പറയുമ്പോൾ മൈനസ് 1 മൈനസ് 2i. 0 മൈനസ് മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 1 പ്ലസ് 1 മൈനസ് 2i എന്ന് കിട്ടും.
1 മൈനസ് 0 എന്താണ്? അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? ഐ മൈനസ് എ എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐ പ്ലസ് എ ആൻഡ് ഐ പ്ലസ് എ ഇൻവേഴ്സ്. എന്താണ് ഐ പ്ലസ് എ? ആദ്യം ഐ പ്ലസ് എ കണ്ടുപിടിക്കാം. ഈസ് ഈക്വൽ ടു 1 0 0 1 പ്ലസ് 0 1 പ്ലസ് 2i മൈനസ് 1 പ്ലസ് 2i 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് 0 1 പ്ലസ് 0 1 then 0 plus 1 plus 2i 1 plus 2i 0 plus minus 1 plus 2i 1 plus 0 1. ഇനി എന്ത് കണ്ടുപിടിക്കണം? എ പ്ലസ് എ ഇൻവേഴ്സ്. എന്താണ് 2/2ൻ്റെ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്? ഇഫ് എ ഈസ് ഈക്വൽ ടു എ ബി സി ഡി. ഇതിൻ്റെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/det എ ആൻഡ് എയും ഡിയും ഇൻ്റർചേഞ്ച് ചെയ്യുക, ഡി എ ആക്കും. എന്നിട്ട് എന്താണ്? ബിയുടെയും സിയുടെയും സൈൻ മാറ്റും. ബി പ്ലസ് ആയിരുന്നു മൈനസ് ആക്കി. ഇതാണ് എ ഇൻവേഴ്സ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 1 പ്ലസ് എയുടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കും അല്ലേ? ഡിറ്റർമിനൻ്റ് ഓഫ് വൺ പ്ലസ് എ ഐ പ്ലസ് എ ഈസ് ഈക്വൽ ടു എന്താണ്? 1 × 1 മൈനസ് 1 പ്ലസ് 2i മൈനസ് 1 പ്ലസ് 2i ഇൻറ്റു 1 പ്ലസ് 2i. മൈനസ് 1 പ്ലസ് 2i ഇൻറ്റു 1 പ്ലസ് 2i. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 മൈനസ് ബ്രാക്കറ്റ് മൈനസ് 1 ഇൻറ്റു പ്ലസ് 1 1 മൈനസ് 1 ഇൻറ്റു 2i മൈനസ് 2i 2i ഇൻറ്റു 1 2 പ്ലസ് 2i 2i ഇൻറ്റു 2i 4i സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 2 4 I into I square minus 4 that is equal to minus 1 into 1 minus 1. 1 minus 2i cancelled minus 1 minus 4 minus 5 that is equal to 6. അപ്പോൾ എ നമുക്കിവിടെ എഴുതാം. ഡിറ്റർമിനൻ്റ് എ 1 I plus A ഇൻവേഴ്സ് I plus A inverse 1 by determinant that is equal to 1/6 into ഇവിടെ എന്താണ് മാറ്റേണ്ടത്? 1 1 ചെയ്ത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ മാറ്റമില്ല. അപ്പോൾ നമുക്കവിടെ 1 1 എന്ന് എഴുതാം. ഇനി എന്താണ്? 2 പ്ലസ് 1 പ്ലസ് 2i നമുക്ക് 1 പ്ലസ് 2i നമുക്ക് എന്നെ എഴുതാം? അതിനെ മൈനസ് ആക്കുമ്പോഴത്തേക്ക് മൈനസ് ഓഫ് 1 പ്ലസ് 2i താഴെയോ മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് 2i മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് 2i മൈനസ് ഓഫ് മൈനസ് 1 പ്ലസ് 2i. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 1/6 ഇൻറ്റു 1 മൈനസ് അകത്ത് കൊടുക്കുമ്പോൾ മൈനസ് 1 മൈനസ് 2i ഈ മൈനസ് അകത്ത് കൊടുക്കുമ്പോൾ 1 മൈനസ് 2i 1. അപ്പോൾ നമുക്കിവിടെ മെട്രിക്സ് കിട്ടി. ഇനി ഇവ രണ്ട് മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതൊക്കെയാണ്? I plus I minus A എന്ന മെട്രിക്സും
ഐ പ്ലസ് എ ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പം എന്താണ് ഐ മൈനസ് എ എന്താണ്? 1/6 മെട്രിക്സ് എന്താണ് ഐ മൈനസ് എ? സോറി 1 ദിസ് വൺ അല്ലേ? ഓക്കെ 1 മൈനസ് 1/6 ഈ 1/6 ആണ്. 1 മൈനസ് 1 മൈനസ് 2y 1 മൈനസ് 2y 1 ഇൻറ്റു 1 മൈനസ് 1 മൈനസ് 2y 1 മൈനസ് 2y 1. ഇത് രണ്ടും കൂടെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സാണ് നമുക്ക് യൂണിറ്ററി മെട്രിക്സ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരുന്നത് അല്ലേ? അപ്പോൾ നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1/6 ഇൻറ്റു 1 ഇൻറ്റു 1 1 പ്ലസ് മൈനസ് 1 മൈനസ് 2y ഇൻറ്റു 1 മൈനസ് 2y. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതാം. മൈനസ് 1 മൈനസ് 2y ഇൻറ്റു 1 മൈനസ് 2y. മൈനസ് 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു മൈനസ് 1. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 2y മൈനസ് 2y. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഐ സ്ക്വയർ മൈനസ് 4 പ്ലസ് മൈനസ് 1 മൈനസ് 5. ഇത് 2y 2a ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് മൈനസ് 5. ഓക്കെ. ഇനി നെക്സ്റ്റ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 മൈനസ് 2y പ്ലസ് മൈനസ് 1 മൈനസ് 2y. ദെൻ 1 ഇൻറ്റു 2y ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2y പ്ലസ് 1 ഇൻറ്റു പ്ലസ് 1 ഇൻറ്റു 1 1 മൈനസ് 2y. again 1 മൈനസ് 2y ഇൻറ്റു മൈനസ് 1 മൈനസ് 2y മൈനസ് 5. നമുക്കിവിടെ കിട്ടിയതാണല്ലോ മൈനസ് 5. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 1/6 ഇൻറ്റു 1 പ്ലസ് മൈനസ് 5 എന്ന് വെച്ചാൽ മൈനസ് 4. മൈനസ് 1 മൈനസ് 1 മൈനസ് 2 മൈനസ് 2y മൈനസ് 4y. Similarly 1 plus 1 is equal to 2 minus 2y minus 4y here minus 1. ഈ ഒരു മെട്രിക്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബി എന്ന് വിളിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ മെട്രിക്സ് യൂണിറ്ററി മെട്രിക്സ് ആണോ എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു പേരെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയ മെട്രിക്സ് കിട്ടി. ആ മെട്രിക്സ് നമ്മളിവിടെ എഴുതാം. ബി അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബി എന്ന് വിളിക്കുന്നു. ബി ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു മൈനസ് 4 മൈനസ് 2 മൈനസ് 4y 2 മൈനസ് 4y മൈനസ് 4. ഇത് യൂണിറ്ററി മെട്രിക്സ് ആണെന്ന് നമ്മൾ തെളിയിക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ട്രാൻസ്പോസ് എന്താണ്? 1/6 ഇൻറ്റു
-4 -2 -4i 2 - 4i -4. ഇനി എന്താണ് ഇതിൻ്റെ കോഞ്ചുഗേറ്റ്? അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതുകയാണല്ലേ, 1/6 ഇൻറ്റു കോഞ്ചുഗേറ്റ് എഴുതുകയാണ് -4 2 + 4i -2 + 4i -4. ഇനി ഇതിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/6 ഇൻറ്റു 1/6 1/36 ഇൻറ്റു -4 ഇൻറ്റു -4 16 a + b ഇൻറ്റു a - b, that is equal to +20. This multiply, what are you getting? -8 -16i +8 +16i. Again, here we are getting -8 +16i +8 -16i. Here getting 16 + 20. So multiplication over. So this is cancelled, this is cancelled. What is getting? 1/36 into 36 0 0 36. 1/36 multiply ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1001. So therefore നമുക്ക് എഴുതാൻ എന്താണ്? therefore I minus a into I plus a inverse is unitary matrix. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കണക്ക് നമുക്ക് ഹോംവർക്കായിട്ട് തരാം. എന്താണ്? ഷോ ദാറ്റ് a is equal to 1/2 into √2 minus I √2 0 I √2 minus √2 0 0 0 2 is unitary matrix. Hence find a inverse. ഇതൊരു യൂണിറ്ററി മാട്രിക്സ് ആണെങ്കിൽ a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ a ഈറ്റ ആയിരിക്കും. അത് മറക്കണ്ട. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.